പ്രണയവർണ്ണങ്ങൾ. രചന അവതരണം മിത്രവിന്ദ. ഗൗരിയോട് സംസാരിച്ചിട്ട് വാതിൽ തുറന്ന് ഇറങ്ങി വന്ന ഹരി കണ്ടു. എല്ലാം കേട്ടുകൊണ്ട് വാതിക്ക് നിൽക്കുന്ന അമ്മയെ. ഒരു നിമിഷത്തേക്ക് അവൻ പതറിപ്പോയി. ദേവി അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി. അവിടെ ജനാലയുടെ ഒരു വശത്തായി ഭിത്തിയിൽ ചാരി നിൽക്കുന്ന ഗൗരിയെ അവർ കണ്ടു. എന്താണ് നിങ്ങൾക്കിടയിലെ പ്രശ്നം? പറയൂ ഹരി. എന്ത് പ്രശ്നവും അമ്മേ? ഒന്നുമില്ല. ഹരി, നീ അമ്മയെ വെറുതെ ഫൂളാക്കണ്ട. ഞാൻ കേട്ടു നിങ്ങൾ പറഞ്ഞതൊക്കെ. ഗൗരിമോൾ ആരുടെ അടുത്തേക്ക് പോകുമെന്നാണ് ഇവൾ പറയുന്നത്? എൻ്റെ അമ്മ ഒന്നുമില്ല. ഗൗരി എവിടെ പോകാൻ? ഒരിടത്തും പോയില്ല. ഹരി, നീ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. ദേവി അവനെ തനിക്ക് അഭിമുഖമായി പിടിച്ചു നിർത്തി. ഇവിടെ നോക്ക്, എൻ്റെ മുഖത്തേക്ക്. എന്താമേ? നീ എന്നെ ഒന്ന് നോക്കുമോനെ? നോക്കി. ഹരി, എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? അമ്മ ഒരു പ്രശ്നവുമില്ല. അമ്മയ്ക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണയാണ്. എന്നു മുതലാണ് മോനെ നീ എന്നോട് കള്ളം പറയാൻ തുടങ്ങിയത്? സാവധാനം ദേവി അവനോട് ചോദിച്ചു. അവൻ അലക്ഷ്യമായി വെളിയിലേക്ക് കണ്ണുനട്ട് നിന്നു. ഹരി, എടാ, നിന്നെ അമ്മ കാണാൻ തുടങ്ങിയത് ഇന്നു ഇന്നലെയല്ല. നിന്റെ ഓരോ ചലനവും അറിയാവുന്നവളാണ് ഞാനും നിന്റെ അച്ഛനും. അച്ഛൻ എന്നോട് ചോദിച്ചു, നിന്റെ കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നിങ്ങൾ തമ്മിലെന്ന്. അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നീ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. അപ്പോൾ അച്ഛൻ നിന്നോടും ആ സംശയം ചോദിച്ചു. നീ ഇത്ര പെട്ടെന്നത് മറന്നു കാണില്ലെന്ന് എനിക്കറിയാം. ദേവി പറഞ്ഞത് കേട്ടുകൊണ്ട് ഹരി നിന്നു. ദേവി അവൻ്റെ അടുത്തുനിന്നും ഗൗരിയുടെ അരികിലേക്ക് വന്നു. മോളെ, ഹരി എന്നോടൊന്നും പറയില്ലെന്ന് എനിക്ക് ഉറപ്പായി. ഇനി നിന്റെ ഒഴിവാണ്. നീ അമ്മയോട് പറയേ, എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച പോലും ആയിട്ടില്ല. അതിനു മുമ്പേ നിങ്ങൾക്ക് രണ്ടാൾക്കും മടുത്തോ? പ്രണയിച്ച് വിവാഹം കഴിച്ചവരല്ലേ നിങ്ങൾ, പരസ്പര ഇഷ്ടത്തോടെ? എന്നിട്ട്? അല്ലമ്മേ, ഞങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവരല്ല. പെട്ടെന്ന് ഗൗരി അവരെ തിരുത്തി. ദേവി അവളെ നോക്കി, പിന്നെ ഹരിയെയും. മോൾ എന്താണ് പറഞ്ഞു വരുന്നത്? എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയുന്നതാണ് നല്ലതെന്ന് ഗൗരിക്ക് തോന്നി. അത് പിന്നെ അമ്മേ. സംഭവിച്ച കാര്യങ്ങളെല്ലാം ഗൗരി അവരോട് തുറന്നു പറഞ്ഞു. ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ദേവി. ഹരി ഈ കുട്ടിയോട് അങ്ങനെ പെരുമാറിയെന്നോ? സത്യമാണോ അത്? ദൈവമേ, ഇതുവരെ യാതൊരു ദുശീലവുമില്ലാത്ത ഹരി ഈ കുട്ടിക്ക് ആള് മാറിയതാണോ ഇനി? മോളെ ഗൗരി, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അമ്മയ്ക്കിത് കേട്ടിട്ട് വിശ്വാസമില്ല മോളെ. ദേവിയുടെ മിഴികൾ നിറഞ്ഞു. അമ്മയുടെ മകനോട് ചോദിക്കുക, എന്നിട്ട് വിശ്വസിച്ചാൽ മതി. ഗൗരിയുടെ വാക്കുകൾ കടുത്തു. പക്ഷേ കുറ്റക്കാരനെ പോലെ നിൽക്കുന്ന ഹരിയെ കണ്ടപ്പോൾ, അവൻ്റെ നിശബ്ദത, നിസ്സഹായത എല്ലാം കൂടെ കണ്ടപ്പോൾ ദേവിക്ക് മനസ്സിലായി ഗൗരി പറഞ്ഞതെല്ലാം സത്യമാണെന്ന്. ഹരിയുടെ മുമ്പിൽ ചെന്ന് ദേവി അവനെ നോക്കി. സത്യമാണോ? ഞാൻ ഈ കേട്ടതെല്ലാം സത്യമാണോ? എടാ, ആണോന്ന്? അവൻ്റെ ഇരുതോളിലും പിടിച്ചു കുലുക്കിക്കൊണ്ട് അവർ ചോദിച്ചു. അവൻ്റെ മുഖത്താണോ? പെട്ടെന്നായിരുന്നു അവരുടെ കൈ അവൻ്റെ കവളിൽ പതിച്ചത്. നീ ഇത്രയ്ക്ക് വൃത്തികെട്ടവനായിരുന്നോടാ? ഈ പെൺകുട്ടിയോട് നീ അങ്ങനെയൊക്കെ പെരുമാറാൻ എന്ത് ദ്രോഹമാണ് ഇവൾ ചെയ്തത്? പറയടാ, എടാ പറയാൻ. അവൻ്റെ കവളിൽ ദേവി വീണ്ടും വീണ്ടും അടിച്ചു. ഗൗരി നിന്നെടുത്ത് തന്നെ നിന്നു. അവൾക്കുള്ളിൽ അവനോടുള്ള പക ആളി കത്തുകയായിരുന്നു. ഹരിയാണെങ്കിൽ അമ്മയോട് ഒരക്ഷരം പോലും ഉരിയാടിയില്ല. നിന്നെ ഞാൻ എൻ്റെ എല്ലാ മക്കളെയുംക്കാൾ കൂടുതൽ സ്നേഹിച്ചു. അതിനവരെല്ലാവരും എന്നോട് വഴക്കിട്ടിട്ടുണ്ട്. അറിയാലോ നിനക്കെല്ലാം. എന്നിട്ട് നീ ഇപ്പോൾ ഹരി ഇത്രയ്ക്ക് വൃത്തികെട്ടവനായി പോയോടാ നീ? നിന്നെ കാണുന്നത് പോലും എനിക്ക് അറപ്പാടാ. ഒന്ന് പോ എൻ്റെ മുന്നിൽ നിന്ന്. എവിടേക്കെങ്കിലും പോടാ. കാണണ്ട നിന്നെ ഞങ്ങൾക്ക്. ദേവി, താഴെ നിന്ന് മുത്തശ്ശി വിളിച്ചു. ആ, വരുന്നമ്മേ. ഗൗരിയാണ് വിളിച്ചു പറഞ്ഞത്.
നീ എന്തിനാണ് മോളെ നിന്റെ ജീവിതം വെച്ച് കളിച്ചത്? നിനക്കൊരു കേസ് കൊടുത്താൽ പോരായിരുന്നോ? ഈ ദ്രോഹി കെട്ടിയ താലി അണിഞ്ഞ് നീ എന്തിനാ ഈ പടി കയറി വന്നത്? മിഴികൾ അമർത്തി തുടച്ചുകൊണ്ട് ഗൗരി ഒന്ന് ചേർത്തണച്ചിട്ട് അവർ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. ഹരി നോക്കിയപ്പോൾ ഗൗരി വിജയഭാവത്തിൽ നിൽക്കുകയാണ്. ഇപ്പം മനസ്സിലായോ തനിക്ക് ഈ ഗൗരി ആരാണെന്ന്? ഇതാടോ എൻ്റെ പ്രതികാരം. തൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാവരും അറിയണം തൻ്റെ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായയുടെ മുഖം. അത് കാണുവാനാ ഞാൻ കാത്തിരുന്നത്. അമ്മ ഇപ്പം പറഞ്ഞോളും അച്ഛനോട് കാര്യങ്ങളെല്ലാം. പിന്നെ ബുദ്ധിമാനായ തൻ്റെ അച്ഛൻ നേരത്തെ തന്നെ എല്ലാം കണ്ടെത്തി. അപ്പം പിന്നെ അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കാര്യങ്ങളൊക്കെ അങ്ങ് അവതരിപ്പിക്കാം. ഗൗരി അവനെ നോക്കി പറഞ്ഞു. അല്ല, താൻ കുറച്ചു മുന്നേ എന്നോട് എന്താ പറഞ്ഞത്? എൻ്റെ കാമുകൻ എന്നെ വെറുക്കും, എൻ്റെ വീട്ടുകാരെന്നെ വെറുക്കും, അങ്ങനെ എന്തൊക്കെയോ. എടോ, ആരാണ് വെറുക്കുന്നതെന്ന് നമുക്ക് കാണാം ഹരി. അത് വിദൂരമല്ല. ഗൗരി തനിക്ക് മാറാനുള്ള ഡ്രസ്സ് എടുത്ത് വാഷ്റൂമിലേക്ക് കയറിപ്പോയി. അമ്മാളോ തിരികെ ഹോസ്റ്റലിൽ വന്നപ്പോൾ 5 മണി കഴിഞ്ഞു. നിഹ അവളെ കാത്തു വാതിൽക്കൽ നിൽപ്പുണ്ട്. എടി മാളു! അവളെ കണ്ടതും നിഹ ഓടി വന്നു. നീ എന്നോട് പിണക്കാണോ? ഏയ്, എന്തിന്? രണ്ടാളും കൂടി റൂമിലേക്ക് നടന്നു. അല്ലടി, ഞാൻ നിൻ്റെ ഒപ്പം വരാത്തോണ്ട്. അതൊന്നും സാരല്ലടാ, ഞാൻ പോയി ഡോണിനെ കണ്ടു. ബാഗ് ഒരു മേശമേൽ വെച്ചിട്ട് അമ്മാളു ബെഡിലേക്കൊന്ന് അമർന്നിരുന്നു. ഡോണിന് എങ്ങനെയുണ്ട്? സർജറി കഴിഞ്ഞു, കുഴപ്പമില്ല. അവിടെ ആരൊക്കെ ഉണ്ടടി? ഡോണിൻ്റെ പപ്പ മമ്മി. ആണോ? നിന്നോട് എന്തു പറഞ്ഞു? ഞാൻ അവിടെ ചെന്ന് നിന്നപ്പോൾ മമ്മി എന്നോട് ചോദിച്ചു മാളവികയാണോ എന്ന്. അപ്പം നിന്നെ അവർക്ക് പരിചയമുണ്ടോ? ഡോൺ പറഞ്ഞിട്ടുണ്ടെന്ന്. ഓ, അത് ശരി. അപ്പം കാര്യങ്ങളൊക്കെ മുൻപോട്ട് എങ്ങനെയാണ് മാളു? നിഹ അവളെ നോക്കി ചോദിച്ചു. എന്ത്? മാളു അജ്ഞത നടിച്ചു. അല്ല, വീട്ടുകാർക്കൊക്കെ മനസ്സിലായ സ്ഥിതിക്ക്. ഒന്ന് പോടി വേണേ, വെറുതെ എഴുതാപ്പുറം വായിക്കേണ്ട. ഓ, ഇപ്പം അങ്ങനായോ? എന്തായാലും ക്ലാസ്സിൽ എല്ലാവർക്കും മനസ്സിലായി. എന്ത്? അല്ല, നീയും ടോണി തമ്മിൽ ലപ്പായെന്ന്. നിഹ, നീ ആവശ്യമില്ലാത്ത വർത്താനം പറയല്ലേ. എന്തോ? എങ്ങനെ? ഇപ്പം കുറ്റം എനിക്കായോടി? എന്തായിരുന്നു പെണ്ണിൻ്റെ ഇന്നത്തെ പെർഫോമൻസ്? അവൻ്റെ കാര്യം കേട്ടതും കണ്ണും മുഖമൊക്കെ ചുവന്നു തൊടുത്തു. ഓ, നിന്റെ കരഞ്ഞുകൊള്ളുണ്ട ഓട്ടം! എടി, എല്ലാവരും എന്താ പൊട്ടന്മാരാണോ? നിന്നെ വിളിച്ചതല്ലേ ഞാൻ, എന്നിട്ടെന്താ നീ വരാഞ്ഞേ? അത് പിന്നെ പെട്ടെന്ന് നിന്നോട് കാര്യങ്ങൾ പറയാനുള്ള സാവകാശം പോലും കിട്ടിയില്ല. അതിനു മുന്നേ നീ ഓടിയില്ലേ? ഓക്കെ, അതിന് പരിഹാരം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. മാളു അവളെ നോക്കി. നാളെ നമ്മൾ രണ്ടുപേരും ലീവ് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ കാലത്തേനെ ഹോസ്പിറ്റലിൽ പോകും. ഹോസ്പിറ്റലിൽ പോകാം, അതിനെന്താ ലീവ് എടുക്കുന്നേ? കുറച്ച് നേരത്തെ ഇറങ്ങേ. ഡോണിനെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോയാൽ പോരെ? ഓ, അത് ശരിയാണ്, നമുക്ക് പോയി കണ്ടിട്ട് വരാം. പെണ്ണിന് ഇരിക്കപ്പുറതയില്ലാത്ത അവസ്ഥയായല്ലോ. എൻ്റെ ഈശ്വരാ, ഒന്ന് പോടി. മാളു അവളെ നോക്കി കൊഞ്ഞനും കുത്തി. മാളു ഒരുപാട് സന്തോഷത്തിലാണെന്ന് നിഹയ്ക്ക് തോന്നി. പക്ഷെ അവരറിഞ്ഞിരുന്നില്ല ഈശ്വരൻ അവൾക്കായി ഒരുക്കി വെച്ചിരുന്ന വിധി ഏറെ വേദനാജനകമാണെന്ന്. ഹരിക്കുട്ടൻ എവിടെ? അവനെ താഴേക്ക് കണ്ടതേയില്ല. നാമജപമൊക്കെ കഴിഞ്ഞ് മുത്തശ്ശിയും ദേവിയും ഗൗരിയുമൊക്കെ വെറുതെ TV കണ്ടിരിക്കുകയാണ്. അവന് തലവേദനയാണെന്ന് പറഞ്ഞമ്മേ. ദേവി അവരോട് മറുപടി പറഞ്ഞു. അതെന്താ ഇപ്പം ഈ തലവേദന? കഴിഞ്ഞ ദിവസവും തലവേദന ആയിരുന്നല്ലോ. അവർക്ക് വീണ്ടും സംശയമായി. അവൻ്റെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാവണം. കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധ മുഴുവൻ കല്യാണത്തിരക്കിലൊക്കെ അല്ലേ, അതാവും. ദേവി പറയുന്ന കേട്ടുകൊണ്ട് ഗൗരി ഒന്നും മിണ്ടാതിരുന്നു. അമ്മേ, കണ്ണേട്ടനും അച്ഛനും വരാൻ താമസിക്കുമെന്ന് പറഞ്ഞു. നീലിമ ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു. ആണോ? അതെന്താ മോളെ? അവർ ആരെയോ കാണാൻ എറണാകുളം വരെ പോവാന്ന്. കുഞ്ഞുറങ്ങിയോ? ഉറങ്ങി അമ്മേ. അവളും അവരുടെ അടുത്തേക്ക് വന്നിരുന്നു. ഗൗരി വെറുതെ TV നോക്കിയിരിക്കുകയാണ്. പക്ഷെ അവളുടെ മനസ്സ് ഇവിടെ അല്ലെന്നുള്ളത് ദേവിക്ക് മാത്രമേ അറിയൂ. ഗൗരി, ഹരി വിളിക്കുന്നത് എല്ലാവരും കേട്ടു. അമ്മ, ഞാൻ ഇപ്പോൾ വരാമേ.
ഗൗരി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി. ദേ തൻ്റെ ഫോണിൽ ആരോ വിളിച്ചു. ഗൗരി ഫോണെടുത്ത് നോക്കിയതും തീർത്തിയും ദേവും. അവൾ അപ്പം തന്നെ അവരെ തിരിച്ചു വിളിച്ചു. ചേച്ചി, ഇന്നലെ എന്ത് രസമായിരുന്നു, നമ്മളെല്ലാവരും കൂടി. ശോ, ഹരിച്ചേട്ടൻ എന്തിയേ? തീർത്തിയുടെ ശബ്ദം ഹരിയും കേട്ടു. ആ മോളെ, ചേട്ടൻ ഇവിടെ ഉണ്ട്. ഊവോ, ഒന്ന് കൊടുത്തേ. ഗൗരി അവൻ്റെ നേർക്ക് ഫോൺ നീട്ടി. പക്ഷേ ഹരി ഫോൺ മേടിച്ചില്ല. ഹലോ ചേച്ചി. ചേച്ചി എന്താ മിണ്ടാത്തേ? അത് പിന്നെ മോളെ, ഹരിയേട്ടൻ കുളിക്കുവാ. ഞാൻ നോക്കുമായിരുന്നു ചേട്ടനെ. ആണോ? ഞങ്ങളുടെ അന്വേഷണം പറയണേ. ഹരിച്ചേട്ടൻ എന്ത് പാവാ, ഒരുപാട് ഇഷ്ടമാണ് ചേട്ടനെ ഞങ്ങൾക്ക്. ഇന്നലെ മേടിച്ചെന്ന ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് ഓ സൂപ്പറായിരുന്നു അല്ലേടി? ദേവുമായിരുന്നു അത് പറഞ്ഞത്. ചേച്ചി, എൻ്റെ അന്വേഷണവും പറയണേ, തീർത്തേം വിളിച്ചു പറഞ്ഞു. ഉവ് പറയാം. ശരി ചേച്ചി, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗൗരി ഫോൺ കട്ട് ചെയ്തു. അവൾ നോക്കിയപ്പോൾ കണ്ടു ഹരി ഒരു ബാഗ് പാക്ക് ചെയ്തു വെച്ചിരിക്കുന്നത്. അവൾക്കൊന്നും മനസ്സിലായില്ല. രാത്രി ഫുഡ് കഴിച്ചു കഴിഞ്ഞ് നമ്മളിവിടെ നിറങ്ങും, അവൻ പറഞ്ഞു. ഗൗരി നെറ്റി ചൊളിച്ചുകൊണ്ട് അവനെ നോക്കി. കൊല്ലം വരെ ഒന്ന് പോകണം എനിക്ക്, ഒരു ഫ്രണ്ടിനെ കാണാൻ. എൻ്റെ ഒപ്പം നീയും വരണം. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. അത് തീരുമാനിക്കുന്നത് നീയല്ല. അതെ, എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ തീരുമാനം മാത്രമേ ഇവിടെ നടക്കൂ. അതനുസരിപ്പിക്കാൻ എനിക്കറിയുകയും ചെയ്യാം. എങ്കിലതൊന്ന് കാണണമല്ലോ. ഗൗരി, നിന്റെ കഴുത്തിൽ ഈ താലി ചാർത്തിയത് ഞാനാണെങ്കിൽ നിന്നെ എൻ്റെ ഒപ്പം കൊണ്ടുപോകാനും എനിക്കറിയാം. അത് പറഞ്ഞുകൊണ്ട് ഹരി റൂമിൽ നിന്നിറങ്ങി. അവൻ താഴേക്ക് ഭക്ഷണം കഴിക്കാൻ പോയതാണെന്ന് ഗൗരിക്കറിയാം. എന്ത് കള്ളത്തരം പറഞ്ഞുകൊണ്ടാണ് അവൻ താനുമായി ഇവിടെ നിറങ്ങുന്നതെന്നറിയാൻ അവൾക്ക് ആകാംക്ഷയേറി. ഹരി ഊണുമേശക്കരികിലായി വന്ന് നിന്നു. എന്താ മോനെ, നിനക്ക് എപ്പോഴും ഈ തലവേദന? എന്താ പറ്റിയ നിനക്ക്? വാത്സല്യത്തോടെ മുത്തശ്ശി അവനെ നോക്കി. ഒന്നുമില്ല മുത്തശ്ശി, ഈ ജോലിയുടെയും മീറ്റിങ്ങിൻ്റെയൊക്കെ ഓരോരോ ടെൻഷൻ, അല്ലാതെ വേറൊന്നുമില്ല. അവൻ ആരുടെയും മുഖത്ത് നോക്കാതെയാണ് പറഞ്ഞത്. അച്ഛൻ വരാൻ വൈകും. നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? അത്താഴം കഴിച്ചോ മോനെ? കഴിക്കാം മുത്തശ്ശി. ദേവി അപ്പോഴേക്കും ഭക്ഷണമെല്ലാം മേശമേൽ എടുത്തു വെച്ചു. അവൻ ദേവിയെ നോക്കിയതേയില്ല. തൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് അമ്മ തന്നെ അടിച്ചത്. അവൻ ഒരുപാട് വേദന തോന്നി. എങ്കിലും എല്ലാം ഉള്ളിൽ ഒതുക്കി അവൻ ഇരുന്നു. ഗൗരിയും നീലിമയും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഹരി വേഗം ഭക്ഷണം കഴിച്ചെഴുന്നേറ്റു. അവൻ ഫോണെടുത്ത് സിറ്റൗട്ടിലേക്ക് പോയി. അച്ഛനോട് അവൻ എന്തൊക്കെയോ സംസാരിച്ചു. എന്നിട്ട് ഹോളിലേക്ക് കയറി വന്നു. അമ്മേ, മുത്തശ്ശി, ഞാനും ഗൗരിയും കൂടി കൊല്ലം വരെ ഒന്ന് പോവാം. അച്ഛനിപ്പോൾ വിളിച്ചു, അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. അവൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ പറഞ്ഞു. ഇതെന്താ മോനെ പെട്ടെന്നൊരു യാത്ര? അത് മുത്തശ്ശി, അച്ഛൻ പറഞ്ഞത് എന്നോടൊരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാൻ പോവാനാണ്. ആക്ച്വലി ഞാൻ പോകേണ്ടതായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഗൗരിയും കൊണ്ടൊന്ന് പോകാമെന്ന്. എനിക്കൊരു കമ്പനി ആവുമല്ലോ. ദേവി ഒന്നും മിണ്ടാതെ ഗൗരിയെ നോക്കി. ഞാൻ വരുന്നില്ല, ഹരി പോയിട്ട് വരൂ. ശാന്തമായിരുന്നു അവളുടെ വാചകം. അയ്യേ, ഇതെന്തൊരു പെണ്ണാ! ഞാനാണെങ്കിൽ ഒരു അവസരം കിട്ടാനാ കാത്തിരിക്കുന്നേ. കണ്ണേട്ടനാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് അധികം കറങ്ങാൻ പോകണ്ടെന്ന് പറഞ്ഞു. നീലിമയാണത്. ഗൗരി, കേട്ടോ ചേച്ചി പറഞ്ഞത്? നീ വേഗം പോയി റെഡിയാവുക. ഇപ്പോൾ ഇറങ്ങണം. നാളെ 9 o'clock എനിക്ക് മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കമോൺ ഗൗരി, ഹരിയം. അതും പറഞ്ഞുകൊണ്ട് ഹരി വീണ്ടും ഫോണെടുത്ത് ആരെയോ വിളിച്ചുകൊണ്ട് നടന്നുപോയി. മോളെ, നീ കൂടി ചെല്ല്, അവനല്ലെങ്കിൽ വിഷമമാകും. മുത്തശ്ശിയാണ്. എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കും മുത്തശ്ശി, അതുകൊണ്ടാ. ഗൗരി, അതിന് ടാബ്ലറ്റൊക്കെ കിട്ടും, മേടിച്ച് കഴിച്ചാൽ മതി. താനോട് ചെല്ലടോ. നീലിമ കൂടി പറഞ്ഞപ്പോൾ അവൾക്ക് ആകെ നിസ്സഹായ അവസ്ഥയായി. ദേവി മാത്രം ഒന്നും സംസാരിച്ചില്ല. അമ്മയ്ക്ക് വിഷമാണോ അമ്മേ? എന്താ മിണ്ടാതിരിക്കുന്നേ? നീലിമ ദേവിയെ കളിയാക്കി. എനിക്കെന്ത് വിഷമം? അവർ പോയിട്ട് വരട്ടെ. ദേവി ചുണ്ടനക്കി. ഗൗരി, സമയം പോകുന്നു, ഹരി വിളിച്ചു പറഞ്ഞു. ഗൗരി റൂമിൽ ചെന്നപ്പോൾ ഹരി ഡ്രസ്സ് മാറിയിരുന്നു. സമയം 9 മണി കഴിഞ്ഞു. വേഗം റെഡിയാവ്. ഹരി, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഒരു ദുരുദ്ദേശവും ഇല്ല ഗൗരി. നീ എൻ്റെ കൂടെ വരാൻ പേടിക്കണ്ട. ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. പക്ഷെ വരണം. ഈ ഒരു തവണ, ഒരൊറ്റ തവണ മാത്രം
എൻ്റെ ഒരു അപേക്ഷയാണ്. ഞാൻ താഴെ വെയിറ്റ് ചെയ്യും. തനിക്ക് അത്യാവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുത്തു വയ്ക്കുക. 3 ഡേയ്സിനുള്ളിൽ നമ്മൾ മടങ്ങി വരും. അവൻ പറഞ്ഞു. പെട്ടെന്ന് വരണം, ഞാൻ താഴെ കാണും. നച്ചുവാവെ ഒന്ന് കാണട്ടെ. അതും പറഞ്ഞുകൊണ്ട് അവൻ ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഗൗരിയും മനസ്സില്ലാ മനസ്സോടെ അവൻ്റെ ഒപ്പം പോകാനായി തീരുമാനിച്ചു. 2-3 ജോഡി ഡ്രസ്സ് അവളും അവൻ്റെ ബാഗിലേക്ക് വെച്ചു. വേഗം തന്നെ അവളും ഡ്രസ്സ് മാറി താഴേക്ക് ഇറങ്ങി വന്നു. നച്ചു ഉറങ്ങിയതാണ്. എന്നാലും ഹരി പോയി കുഞ്ഞിനെ പൊക്കിയെടുത്തു. നീലിമി അതിനവനോട് വഴക്കിടുന്നുണ്ട്. മുത്തശ്ശി അത് കണ്ട് ചിരിച്ചുകൊണ്ട് നിൽപ്പാണ്. ദേവിക്ക് മാത്രം ആകെ ഒരു വിഷമം. എന്തിനാണ് ഹരിയുടെ ഈ യാത്രയെന്ന് അവർക്കറിയില്ല. വൈകാതെ അവരോട് 3 പേരോടും യാത്ര പറഞ്ഞ് ഹരിയും ഗൗരി ഇറങ്ങി. എല്ലാ തവണയും അവൻ എന്തെങ്കിലും മീറ്റിംഗായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ദേവി അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് അനുഗ്രഹിച്ചൊക്കെയാണ് വിടാറുള്ളത്. പക്ഷെ ഇത്തവണ അതുണ്ടായിട്ടില്ല. അവർക്കുള്ളിൻ്റെ ഉള്ളിൽ അവനോട് ദേഷ്യമായിരുന്നു. പോകും വഴി ഗൗരി ഹരിയെ ഒന്നും സംസാരിച്ചില്ല. ഹരിയുടെ ഉള്ളിൽ പക്ഷേ പ്രതീക്ഷയുടെ നാമ്പായിരുന്നു. എല്ലാം കേശുവിലൂടെ അറിയിക്കാനും അത് കേട്ടുകഴിഞ്ഞ് അവൾ തന്നെ മനസ്സിലാക്കുമെന്നുമൊക്കെയാണ് അവൻ്റെ പ്രതീക്ഷ. അന്ന് രാത്രിയിൽ ഒരു ഹോട്ടലിൽ റൂമെടുത്തിട്ട് അടുത്ത ദിവസം കാലത്തെ കേശുവിൻ്റെ വീട്ടിലേക്ക് പോകാമെന്നാണ് അവൻ്റെ പ്ലാൻ. അങ്ങനെ അന്ന് രാത്രി 12 മണിയോടെ അവർ കൊല്ലത്ത് എത്തിച്ചേർന്നു. തുടരും.